നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം എനിക്ക് പതിവുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പോകാൻ തീരുമാനിച്ചത് തളി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ തന്നെ ഏറ്റവും ഹൃദയഭാഗത്തായിട്ടാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. കോഴിക്കോടിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി ക്ഷേത്രം. ദ്വാപരയുഗത്തിൽ പരശുരാമനാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശിവഭഗവാനാണ്. കൂടാതെ നരസിംഹമൂർത്തിയും കൃഷ്ണനും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കോഴിക്കോടുകാർക്ക് തളി ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രധാന ദേവതകളെ കൂടാതെ കുറച്ച് ഉപദേവതകൾ കൂടെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. തളി ഗണപതിയും തേവാരം ഗണപതിയും മഹാഭഗവതിയും അയ്യപ്പനും നാഗവും വളയനാട് ഭഗവതിയും എല്ലാം അതിൽ പെടുന്നതാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാനായിട്ട് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുരുഷന്മാർക്കാണെങ്കിൽ മുണ്ടുടുത്തിട്ട് ഷർട്ട് യൂസ് ചെയ്യാണ്ടാണ് ഇതിനകത്തേക്കുള്ള പ്രവേശനം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മോഡേൺ ഡ്രസ്സസും ജീൻസും ഒന്നും അലൗഡ് അല്ല കേട്ടോ. 108 തളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ കോഴിക്കോടുള്ള തളി ക്ഷേത്രം. എനിക്കെന്തായാലും ഇതുപോലുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് തന്നെയാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്ഷേത്രകുളത്തിനോടനുബന്ധിച്ചായിട്ട് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്ഷേത്രകുളത്തിന് അടുത്തായിട്ട് തന്നെ തളിയിലെ ആചാരങ്ങൾ, ഉത്സവങ്ങൾ, സാമൂതിരി രാജാവിൻ്റെ ചരിത്രങ്ങൾ അതെല്ലാം ഇങ്ങനെ ഭിത്തിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വരും തലമുറകൾക്കും ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം സെറ്റപ്പാക്കി വരുന്ന ടൈമിൽ ഞാൻ അങ്ങോട്ട് നാട് വിട്ടുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നത്. ഈ ഒരു സംഭവം കാണുന്നത് രേവതി പട്ടത്താനത്തിൻ്റെ സഭയാണ് കേട്ടോ. ഇങ്ങനെ 8ഓളം പാനലുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. അതിലൊക്കെ 8 ശില്പങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വായിച്ചു നോക്കി ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. ഇതെല്ലാം സിമെൻറ്റിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പാനലിൽ സാമൂതിരി രാജാവിൻ്റെ തന്നെ അരിയിട്ട് വാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങാണ് അവിടെ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുള്ള ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ സാമൂതിരിയൻസ് സ്കൂളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സമയം നിൽക്കാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അത് പിന്നെ എല്ലാ ക്ഷേത്ര പരിസരങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ഈവനിങ്ങിൽ വന്നാലും നല്ല കാഴ്ചകൾ കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ. അപ്പുറത്ത് കാണുന്നത് ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണുള്ളത്. നമ്മുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ പോലെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് മസാലദോശ കഴിക്കാനാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലദോശ കഴിക്കട്ടോ. അതെന്തോ ഒരു ശീലമായിപ്പോയി. നാട്ടിലാവുമ്പോഴാട്ടോ ഈ ഒരു ശീലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ.